പാചകവാതക വില കുതിച്ചുയർന്നതിന് പിന്നാലെ ഭക്ഷ്യവസ്തുക്കൾക്ക് വില കൂട്ടി ഹോട്ടലുകൾ 10 മുതൽ 20% വരെ വില കൂട്ടേണ്ട സാഹചര്യമെന്ന് ഹോട്ടലുടമകൾ പറയുന്നു. കേറ്ററിംഗ് മേഖലയിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ചായയ്ക്ക് മുതൽ ചിക്കൻ ബിരിയാണിക്ക് വരെ വില കൂട്ടാതെ പറ്റില്ല എന്ന നിലപാടിലാണ് ഹോട്ടലുടമകൾ. പിന്നാലെ ഹോസ്റ്റലുകളും ക്യാൻറ്റീനും നടത്തുന്നവരും ഫീസും റേറ്റും കൂട്ടേണ്ടി വരും എന്ന സൂചന നൽകുന്നു. പാചകവാതകം കിട്ടാതിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ ബുദ്ധിമുട്ടാണ് വിലക്കയറ്റം സംഭവിച്ചപ്പോൾ ഉണ്ടാകുന്നത്. 60 രൂപയുടെ ഊണിന് 80ആയി, 12 രൂപയുടെ ചായ 15ആയി. പെട്രോൾ ഡീസൽ വില കൂടിയാൽ ഇവിടെയും നിൽക്കില്ല വിലക്കയറ്റമെന്ന ഹോട്ടലുടമകൾ. വില കൂട്ടാതെ ഒരു ഫീസ് വർധന നമുക്ക് ചെയ്യാതെ ഒരു വൃത്തി. അപ്പം ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിലാണെങ്കിലും ഞങ്ങൾ ഊണിൻ്റെ എല്ലാം വില കൂട്ടി. ഇനി സാധനങ്ങൾക്ക് വില കൂടും. ഇതൊക്കെ ലോറിയിലും ഇതിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ സാധനങ്ങൾക്കും അരിക്കും എല്ലാ സാധനങ്ങൾക്കും ഇനി വില കൂടാൻ പോവുകയാണ്. അതൊന്നും നമ്മൾ ഇതുവരെ നമ്മളുടെ ഇമ്പാക്റ്റ് അതിനൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. കൊച്ചിയേക്കാൾ ദുഷ്കരമാണ് വടക്ക് കിഴക്കൻ കേരളത്തിൽ. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം വരുമ്പോൾ മറ്റ് നഗരങ്ങളിൽ വിൽക്കയറ്റം പരിധി വിടും. കാറ്ററിംഗ് മേഖലയിലുള്ളവരാണെങ്കിൽ പരമാവധി സദ്യ ഓർഡറുകൾ ഒഴിവാക്കുകയാണ്. ഗ്യാസിന്റെ ചിലവ് താങ്ങാനാകാത്തതാണ് പ്രധാന പ്രശ്നം. വർക്ക് എടുക്കുന്നത് കുറവാണ്. വരുന്ന വർക്ക് തന്നെ നമ്മൾ പിന്നെ ഈ വെജിറ്റബിൾ മീൽസ്, നമ്മൾ സദ്യ, ഇതൊന്നും ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്നില്ല. ഇതിന് ഗ്യാസ് നിർബന്ധമാണ്. സർക്കാർ സബ്സിഡി തന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പഴയ രീതിയിൽ നമുക്ക് ഈ കാറ്ററിംഗ് മേഖല കൊണ്ടുനടക്കാനുള്ള പ്രയാസം ഇല്ലാതാവുള്ളൂ. സാധാരണഗതിയിലേക്ക് വില പിടിച്ചു നിർത്താൻ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ബാക്കി. അതിനിടെ ലോക്ക്ഡൌൺ അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമെന്ന ആശങ്ക വേറെയും. 24 കൊച്ചി, കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.